ഹലോ നമസ്കാരം, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കുന്നു. എനിക്കറിയില്ല എത്ര പേര് ഈ ഒരു വീഡിയോ ഫുൾ കാണുമെന്ന്. ആക്ച്വലി വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയുടെ വീഡിയോ ആണ് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. ഞാൻ ഇതിനെപ്പറ്റി നമ്മുടെ റീൽസിലും ഷോർട്സിലൊക്കെ ആയിട്ട് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു വീഡിയോസ്. അപ്പോൾ ഒരുപാട് മലയാളീസ് ഇപ്പോഴും എൻക്വയറി ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി നമ്മുടെ മാർക്കറ്റിൽ ഇത്തരത്തിലുള്ള പ്രോപ്പർട്ടീസ് നോക്കുന്ന ഒരുപാട് പേരുണ്ടെന്ന്. അപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോ ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുമല്ലോ. ഇപ്പോൾ ആണെങ്കിൽ ദുബായിലെ റെന്റ് കൂടി വരികയാണ് ഓരോ വർഷം കഴിഞ്ഞോറും. അപ്പോൾ ഒരുപാട് മലയാളീസ് ഇപ്പോൾ ഇനി റെന്റിൽ നിൽക്കണ്ട, നമുക്കൊരു പ്രോപ്പർട്ടി എടുക്കാം എന്നൊരു മെന്റാലിറ്റിയിലേക്ക് മാറിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഉള്ളവർ മാത്രമല്ല കേട്ടോ, നമ്മൾ യൂറോപ്യൻ കൺട്രീസിൽ ഇപ്പോൾ കാനഡ, ഓസ്ട്രേലിയ, UK ഇവിടെയൊക്കെ സെറ്റിൽഡ് ആയിട്ടുള്ള മലയാളീസ് ആണെങ്കിലും ഓരോ ഇയറും ഇവിടെ കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു ട്രെൻഡ് അങ്ങനെ ഹൈ ആയിട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയെങ്കിലും ഈ റെന്റൊക്കെ ഒന്ന് ഒഴിവാക്കി ഒരു പ്രോപ്പർട്ടി എടുക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു പേയ്മെന്റ് പ്ലാനും കാര്യങ്ങളുമാണ് ഈ ഒരു പ്രൊജക്റ്റിൽ വരുന്നത്. കാരണം ദുബായിൽ 2 തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആണ് ഉള്ളത്. റെഡി ആയിട്ടുള്ളതുണ്ട്, ഓഫ് പ്ലാൻ ഉണ്ട്. ഇപ്പൊ 2 കേസിലാണെങ്കിലും നമ്മൾ ഏകദേശം ഒരു 20% അടുത്ത് അപ്ഫ്രണ്ട് കാണേണ്ട സിറ്റുവേഷൻ ആണ്. നമുക്കിപ്പോൾ റെഡിയിൽ മോർഗേജിന് പോയാൽ തന്നെ 20% പ്ലസ് ഒരു 4% DLD നമ്മുടെ കയ്യിൽ എടുക്കണം. ബാക്കി മാത്രമാണ് നമുക്ക് മോർഗേജ് ആയിട്ട് കിട്ടത്തുള്ളൂ. അതുപോലെ ഓഫ് പ്ലാൻ ആണെങ്കിലും ഓൾമോസ്റ്റ് എല്ലാ ഡെവലപ്പേഴ്സും തന്നെ 10 to 20% ഡൗൺ പേയ്മെന്റ് ചോദിക്കുന്നുണ്ട്. അപ്പൊ നമ്മളിൽ പലർക്കും ഈ ഒരു ഡൗൺ പേയ്മെന്റ് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ അതിനോട് താല്പര്യമില്ല. എന്നാൽ മന്ത്ലി ഒരു സെർട്ടൻ എമൗണ്ട് വെച്ചിട്ട് കൊടുക്കാൻ റെഡിയാണ്. ഇങ്ങനെ നോക്കുന്ന ഈ തരത്തിലുള്ള ഒരു പേയ്മെന്റ് പ്ലാൻ നോക്കുന്നവർക്ക് ഈ ഒരു പ്രൊജക്റ്റ് വളരെ യൂസ്ഫുൾ ആണ്. ഇനി പ്രൊജക്റ്റിലേക്ക് പോകുന്നതിന് മുന്നേ ലൊക്കേഷനെ പറ്റി പറയാം. ഇപ്പൊ നമ്മളൊരു അഫോർഡബിൾ ബഡ്ജറ്റിലാണ് നോക്കുന്നതെങ്കിൽ എപ്പോഴും നമ്മൾ ഡെവലപ്പിംഗ് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ് ആയിട്ടുള്ള ഏരിയയിലേക്ക് നോക്കണം. കാരണം ഡെവലപ്ഡ് എന്ന് പറയുമ്പോൾ അത് ഓൾറെഡി അവിടുത്തെ എല്ലാ ഫെസിലിറ്റീസും വന്നു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അവിടെ അപ്രീഷിയേറ്റഡ് ആയിട്ടുള്ള ഒരു വാല്യൂനാണ് നമുക്ക് കിട്ടുക. റേറ്റ് ഹൈ ആയിരിക്കും, അവിടെ റെന്റൽസും ഹൈ ആണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ചൂസ് ചെയ്യുന്നത് ഒന്നുകിൽ ഡെവലപ്പിംഗ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ അണ്ടർ ഡെവലപ്ഡ്. ഇപ്പോൾ നമ്മൾ എൻഡ് യൂസിനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നമ്മൾ പ്രിഫർ ചെയ്യുന്നത് എന്താ, ഒരു ഡെവലപ്പിംഗ് ഏരിയ ആണ്. കാരണം അവിടെ ഓൾറെഡി കുറച്ചൊക്കെ ഫെസിലിറ്റീസ് വരുന്നു, പിന്നെ അവിടെ ഡെവലപ്മെന്റ് കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ വിത്തിൻ ഒരു 3-4 ഇയേഴ്സിനുള്ളിൽ അവിടെ നല്ല രീതിയിലുള്ള ഡെവലപ്മെന്റ് വരും. അപ്പോൾ നമുക്കത് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. അങ്ങനെയുള്ള ഒരു ലൊക്കേഷനിലാണ് നമ്മുടെ ഈ ഒരു പ്രൊജക്റ്റ് വരുന്നത്. ഒരു ഡെവലപ്പിംഗ് ലൊക്കേഷൻ ആയിട്ടുള്ള ദുബായിലെ ദുബായ് പ്രൊഡക്ഷൻ സിറ്റിയിലാണ് നമ്മുടെ ഈ പ്രൊജക്റ്റ് വരുന്നത്. ഞാൻ നിങ്ങൾക്ക് മാപ്പ് വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതാണ് ദുബായുടെ ഇന്റീരിയർ മാപ്പ്. അപ്പോൾ നമ്മുടെ ദേര ബർദബായ് ആ റീജിയൻ ഒക്കെ വരുന്നത് ഈ ഏരിയയിലാണ്. ഇനി ദുബായുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത് എന്താണ്, ദുബായ് സൗത്ത്. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ എയർപോർട്ടാണ് ദുബായിൽ വരുന്നത്. ആ ഒരു എയർപോർട്ട് വരുന്ന ലൊക്കേഷൻ ഇതാണ് അൽ മക്തം ഇന്റർനാഷണൽ എയർപോർട്ട്. അപ്പോൾ ഇനി നമ്മുടെ ലൊക്കേഷൻ വരുന്നത് ഏകദേശം ദുബായുടെ സെൻറ്റർ ആയിട്ട് വരുന്ന ഈ ഏരിയയിലാണ്. ദുബായ് പ്രൊഡക്ഷൻ സിറ്റി ജസ്റ്റ് ഓപ്പോസിറ്റ് വരുന്ന എന്താണ്, ജുമേറ വില്ലേജ് സർക്കിൾ. അത് വളരെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് അല്ലേ. കഴിഞ്ഞ 2 വർഷമായിട്ട് ദുബായിലെ ഏറ്റവും കൂടുതൽ ട്രാൻസാക്ഷൻസ് നടന്നിരിക്കുന്നതും ഈ ജുമേറ വില്ലേജ് സർക്കിളാണ്. തൊട്ടടുത്ത് നമുക്ക് JV2 ഉണ്ട്, ദുബായ് സ്പോർട്സ് സിറ്റി ഉണ്ട്. ഈ കണക്ടിവിറ്റി പറയുവാണെങ്കിൽ ഇതാണ് നമ്മുടെ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായദ് റോഡ്, ഇത് അൽഖേൽ റോഡ് വരുന്നുണ്ട്, അൽഫേ റോഡ് വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും നല്ല കണക്ടിവിറ്റി ആയിട്ടുള്ളതും അതുപോലെ ദുബായുടെ സെൻറ്റർ ആയിട്ടുള്ള ഈ ഡെവലപ്പിംഗ് ഏരിയയിലാണ് നമ്മുടെ പ്രൊജക്റ്റ് വരുന്നത്. ഇനി ഡെവലപ്പർ ആണെങ്കിൽ കഴിഞ്ഞ വർഷം 2024 ദുബായിലെ തന്നെ 7th ലാർജസ്റ്റ് ഡെവലപ്പറായ സമാനയാണ് ഇങ്ങനെ ഒരു പേയ്മെന്റ് പ്ലാൻ ഈ ലൊക്കേഷനിൽ കൊണ്ടുവരുന്നത്. അവർക്ക് ഇവിടെ മാത്രമല്ല കേട്ടോ, ദുബായിലെ പല സ്ഥലങ്ങളിലും അവർക്ക് പ്രൊജക്റ്റ് ഉണ്ട്. അതിൽ ചില പ്രൊജക്റ്റുകൾക്കൊക്കെ ഇതുപോലത്തെ ഒരു പേയ്മെന്റ് പ്ലാൻ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം വരുന്നൊരു പേയ്മെന്റ് പ്ലാൻ, സാധാരണ ഒരു ഡെവലപ്പർ വരുമ്പോൾ നമുക്ക് ഒന്നുകിൽ 10% വരും, അല്ലെങ്കിൽ 20% ഒക്കെയാണ് ഡൗൺ പേയ്മെന്റ് വരുന്നതെങ്കിൽ ഇവിടെ നമ്മൾ ഇനീഷ്യലി കൊടുക്കേണ്ട എമൗണ്ട് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് നമ്മുടെ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ 4%. അത് നമുക്കറിയാം, റെഡി ആണെങ്കിലും ഓഫ് പ്ലാൻ ആണെങ്കിലും ഈ ഒരു എമൗണ്ട് ഫിക്സ്ഡ് ആണ് അല്ലേ. ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന്റെ പ്രോപ്പർട്ടി വാല്യൂവിന്റെ 4% നമ്മൾ ദുബായ് ലാൻഡ് ഡിപ്പാർട്ട്മെന്റിന് കൊടുക്കണം. പിന്നെ നമുക്ക് വരുന്നത് അഡ്മിൻ ഫീ. അഡ്മിൻ ഫീ അറൗണ്ട് ഒരു 4,000 to 4,200 ദിർഹംസ് ആണ് നമുക്ക് അഡ്മിൻ ഫീ വരുന്നത്. പിന്നെ നമ്മൾ ഇവിടുത്തെ പേയ്മെന്റ് പ്ലാൻ 2% മന്ത്ലി ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ അതിന്റെ ആദ്യത്തെ 2% നമ്മൾ കൊടുക്കണം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇനീഷ്യൽ പേയ്മെന്റിൽ എന്തൊക്കെ വരുന്നുണ്ട്, 4% DLD പ്ലസ് അഡ്മിൻ ഫീ വരുന്നുണ്ട് പ്ലസ് 2% ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, ഇത്രയും മാത്രമാണ് നമ്മുടെ ആദ്യത്തെ ഒരു പേയ്മെന്റ് വരുന്നുള്ളൂ. പിന്നീട് അങ്ങോട്ടേക്ക് എവറി മന്ത് നമ്മൾ 2% വെച്ചിട്ടാണ് മന്ത്ലി കൊടുത്തുകൊണ്ടിരിക്കുന്നത് 50 ഇയേഴ്സിലേക്ക്. പിന്നെ ഒരാൾ ചോദിക്കുന്ന ഒരു കാര്യം 50 മന്ത്സിലേക്കുള്ള PDC ചെക്കാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പേയ്മെന്റ് പ്ലാൻ നോക്കുന്ന ആളുകളാണ്, അത് ഡൗൺ പേയ്മെന്റ് ഇല്ല എന്നാൽ നിങ്ങൾക്ക് ഒരു സെർട്ടൻ എമൗണ്ട് വെച്ചിട്ട് നിങ്ങൾക്ക് പെർ മന്ത് കൊടുക്കാൻ പറ്റുന്ന ആളുകൾക്ക് ഈ ഒരു ഓപ്ഷൻ നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ദുബായ് പ്രൊഡക്ഷൻ സിറ്റി ഇപ്പോൾ ഒരു ഡെവലപ്പിംഗ് ലൊക്കേഷനാണ്. പുതിയ ലോഞ്ചസും കാര്യങ്ങളൊക്കെ അവിടെ ഓൾറെഡി വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും ആ ഒരു ലൊക്കേഷൻ സ്പെസിഫൈ ചെയ്ത് നോക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പ്രൊജക്റ്റിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം.